അങ്ങനെ ഞങ്ങൾ കറുപ്പ് മൂവിയുണ്ട്, ഞങ്ങൾ തിയേറ്ററിൽ മിസ്സായ പടമാണ്. ഞങ്ങൾ OTT വന്നപ്പോൾ കാണണമെന്ന് വിചാരിച്ചൊരു എന്താ പറയുക കിടിലൻ പടമാണ് കറുപ്പ്. ഇന്ദ്രൻസിന്റെ മറ്റേ റീലൊക്കെ കണ്ട് വളരെ ആഗ്രഹിച്ച് ഞങ്ങൾ നോക്കുമ്പോൾ ഇന്ദ്രൻസ് കിടിലനായിട്ട് അഭിനയിക്കണ കുറേ സാധനങ്ങൾ ഇതൊക്കെ കിടിലനായിട്ട് കണ്ട് കാണാൻ വേണ്ടിയിരുന്ന പടമാണ്. ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഗോസ്ട്രൈഡറാ. അതെ, അതായത് പല റെഫറൻസാണ്, ഒരു റെഫറൻസുകളുടെ അയ്യേറുകളി അങ്ങനെ പറയാൻ അഴിഞ്ഞാട്ടം. അതെ, എവിടെന്ന് ഇവിടെ നിന്നൊക്കെ റെഫറൻസ്. ഞങ്ങൾക്ക് ഫസ്റ്റ് തോന്നിയ വിചാരിക്കുന്നത് ഇന്ത്യൻ സിനിമയെന്നോ മോളിവുഡെന്നോ കോളിവുഡെന്നോ കാണുന്നത് അല്ല, അങ്ങ് ദൂരെ ഇന്റർനാഷണൽ കളികളൊക്കെ കളിച്ചേക്കണേ. ഞങ്ങളിങ്ങനെ നോക്കിക്കുമ്പോണ്ട് മറ്റു ചങ്ങലൊക്കെ വരണേ, ബൈക്ക് മാറ്റിയത് കുതിരാക്കി. ഒരു സീനുണ്ട്, ബുള്ളറ്റ് ബൈക്ക് വന്നിട്ട് കുതിരാണ് സീനുണ്ട്. ബുള്ളറ്റ് കുതിരയാവും. ആ സീൻ എടാ ഇമാതിരി സാധനമാണത്. കൽക്കിയിട്ട് ഒരു സാധനമുണ്ട്, കൽക്കിയിൽ മറ്റേ കമലഹാസൻ ഇറങ്ങുന്ന ഒരു സാധനം. സംഭവം പടത്തെ കളിയാക്കണല്ല, എടാ സത്യമായിട്ട് കളിയാക്കണല്ല. അതായത് ഞങ്ങൾ പടം അത്രയും പ്രതീക്ഷയോടെ കണ്ട പടം. കാരണം അത്രയും കിടിലായിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങി വന്നപ്പോൾ ഉണ്ട് ഇതൊരുമാതിരി ആളെ കളിയാക്കണ പോലെ തോന്നുന്നു. അതായത് ഓക്കെ ലോജിക്ക് ചിന്തിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റേ വിചാരിച്ചാ എടാ, പക്ഷേ അത് അങ്ങനെയൊന്നും അല്ലടാ. എടാ മെട്രോടെയൊക്കെ ബോളിൽ കൂടെ ഒക്കെ തലയിടിച്ച് പൊട്ടിക്കുക. അതായത് ഞാൻ പറയുമ്പോ എന്തറിയോ, ഞാൻ മാർവലൊന്നും അങ്ങനെ കാണൂലേ. പക്ഷെ ഈ മാർവലൊക്കെ അത്രയും സിനിമ ഒക്കെ ഒരുമിച്ചിരുന്ന് കാണുന്നതിന് പകരം ഇങ്ങനത്തെ 2 സിനിമ മാർവലിൽ ഇറക്കിയാൽ മതി. അതെ, എല്ലാരും ഉണ്ട് ഇതില്. ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ മറ്റേ വര വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചാടിയൊക്കെ വരും. അങ്ങനെയാണ്. അത്രയും എന്താ പറയാ, അത്രയും ടൈപ്പ് ഓഫ് സാധനങ്ങൾ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് പറയണത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ കുറേ ആൾക്കാരുണ്ട്. അതായത് അതിൻ്റെ വിഷ്വലി ഉള്ള സാധനങ്ങൾ, നമ്മുടെ ഈ അണ്ണം വരണ സമയത്തുള്ള വിഷ്വലി ഉള്ള സാധനങ്ങളൊക്കെ സ്ട്രേഞ്ചർ തിങ്സ് തന്നെ ശരിക്കും. അതായത് ഇതിങ്ങനെ ചുറ്റുമ്പോഴേക്കും അപ്സൈഡ് ഡൗൺ ആവും. അതും റെഡ് കളർ, സാധാ റെഡ് കളർ കേട്ടോ, മുളകാണ്. ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ ഗോസ്റ്റ് റൈഡറിന്റെ മറ്റേ ചെങ്ങലൊക്കെ ഇട്ട് ഇങ്ങനെ വരയ്ക്കുമ്പോ മുളകൊക്കെ ഇങ്ങനെ പറക്കും. സീനാണ്. ഫൈറ്റ് സീനൊക്കെ ഉണ്ട് മോനെ, ഫൈറ്റ് സീനൊക്കെ നായകന്റെ മുഖത്തൊക്കെ മുളക് പൊടിയൊക്കെ വരും, പക്ഷെ നായകനൊന്നും ഒന്നും പറ്റില്ല. മുളക് പൊടി ഇങ്ങനെ മാറ്റിയിട്ട് അടി തുടങ്ങും. കാരണം നായകനാരാ? മുളക് പൊടി രാജ. അതെ, മുളക് പൊടി രാജൻ. എടാ അതല്ല, അത് മാത്രല്ലടാ, ഞാൻ നോക്കുമ്പോ വാക്കിനെ മറ്റേ കുറെ വള്ളിക്കായിട്ട് ഇറങ്ങി വന്നിട്ട് കേസ് മറ്റേ സാധനം കേസ് ഷീറ്റ് കൊടുക്കണേ. ചാലഞ്ച് അതായത് കുറെ റെഫറൻസാ, ഇഷ്ടം പോലെ റെഫറൻസ് ഉണ്ട്. പിന്നെ ലിയോനെയൊക്കെ ഊക്കണ കുറെ സീനുണ്ട്, അതൊക്കെ ഉണ്ടല്ലോ. നമ്മള് വിചാരിക്കും ഇപ്പൊ തല്ലു പക്ഷെ ഇങ്ങനെ ചുച്ചുടു മറ്റേ സാധനം കവചം, മറ്റേ അതും കൽക്കിലില്ലേ കവചം. ഞാൻ പറയുമ്പോഴേ VD സതീശൻ എന്തായാലും പുതിയ മുഖ്യമന്ത്രിയൊക്കെ ആണല്ലേ, കേരളത്തിന് അങ്ങനെ ഒരു കവചം വാങ്ങണം. അതെ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത്, നിങ്ങൾ പോയി കറുപ്പയ്യ കണ്ട് എന്താ പറയാ, കറുപ്പയ്യയുടെ അടുത്ത് പോയിട്ട് ഇതേപോലെ ഒരു കവചം കേരളത്തിന് വേണ്ടി പണിയാ. അപ്പൊ പിന്നെ ഡ്രഗ്സ് ഉണ്ടാവൂല. കറുപ്പയ്യന്റെ ഒരു പ്രതിമ ഉണ്ടാക്കിയാലും മതി. മറ്റേ അവിടെ വേറെ ശരി പ്രതിമ ഉണ്ടായി കഴിഞ്ഞാൽ വരില്ല കേട്ടോ. പ്രതിമ ഉണ്ടായി ഒരു കവചം കേരളത്തിൽ ആര് വന്നാലും ഓരോ മൈൻഡ് ഒരു നല്ല മനുഷ്യന്മാരാണോ. ലക്ഷദ്വീപിലൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവിടെ അങ്ങനെ. പിന്നെ ചെറിയ സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആക്കണം. അപ്പോൾ നിങ്ങൾ എന്തായാലും പടം കണ്ടു നോക്കാം. പിന്നെ പ്രെഡേറ്റർ മാറ്റം, അതായത് ഉണ്ടല്ലോ, ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വലിയ സംഭവമായിട്ട് അടി ഉണ്ടാക്കുന്നത് പറഞ്ഞിങ്ങനെ കൈ വെച്ചപ്പോഴേക്ക് കയ്യിലൊരു കത്തിയൊക്കെ വന്ന്, എന്നിട്ട് നോക്കുമ്പോണ്ട് മറ്റേ മിന്നൽ മുരിൽ ഓടണ പോലെ ഒരു ഓട്ടോ ഓടിയിട്ട് ഞങ്ങൾ ഓടിയെന്ന് തെറിപ്പിക്കാനും ഇവരെ കൊല്ലാനൊക്കെ. നോക്കുമ്പോ എന്താ വണ്ടീനെ 2 കഷ്ണാക്കി മുറിക്കണേ. എന്തിന് തൃശ്ശയുടെ നടുക്ക് കൂടെ ഇപ്പുറത്തു കൂടെ പോകാനായിട്ട് ഒരു ഷോട്ട്, വെറുതെ ഒരു ഷോട്ടിൽ വെച്ചിട്ട് ആ തൃശ്ശ അവിടെ നടുവിൽ നിൽക്കും, കാറ് ഇങ്ങനെ. അതെ, അതായത് തൃശ്ശക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കണല്ലോ, ഒരു കിടിലോ സാധനം കൊടുക്കണല്ലോ എന്നൊക്കെ വിചാരിച്ച് വണ്ടിയിലിരുന്ന് തൃശ്ശേനെ കൊണ്ടുവന്ന് അവിടെ നിർത്തും. എന്നിട്ട് വണ്ടീനെ 2 സൈഡ് എടുക്കണോ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ എന്താ വില്ലന്മാര് 2 ബാക്ക് സീറ്റിൽ ഇരിക്കണം, ഇപ്പുറത്തെ 2 ബാക്ക് സീറ്റിൽ ഇരിക്കണം.
എന്നിട്ട് അപ്പുറത്ത് നമ്മുടെ അണ്ണൻ ഇങ്ങനെ എടാ ട്രോളല്ല, പടത്തിന്റെ ട്രോളല്ല, പടം കിടിലനാണ്. പടം നിങ്ങൾ എന്തായാലും കണ്ടോ. പടം എന്താ വെച്ചാൽ എന്റെ ജീവിതം അല്ലെ സോറി ഇന്നലത്തെ എന്റെ ഒരു ഉറക്കം രക്ഷിച്ചത്. അതായത് കുറെ നാളുകൾക്ക് ശേഷം, അതായത് ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവി ആണെന്നുണ്ടെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ചിരിച്ചൊരു പടം, മതി മറന്ന് ചിരിച്ചൊരു പടം. അങ്ങനത്തെ ഒരു കിടിലൻ പടം. നിങ്ങൾ വൈകുന്നേരം ഒബ്സെഷന് പോയിട്ട് ട്രോമ അടിച്ചിരുന്ന ഞാൻ. ഒബ്സെഷൻ പടം കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ കിളിയൊക്കെ പാറി മൂഡ് ഓഫ് ആയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പോലും മൂടില്ലാതെ ഇങ്ങനെ നിന്ന ഒരു പടത്തിൽ എന്തോണ്ട് വിചാരിക്കില്ലേ, ഒന്നുമില്ല. അതെ, ഒരു ടൈപ്പ് ഓഫ് ട്രോമ. ഞങ്ങള് രാത്രി എന്നാ എന്തെങ്കിലുമൊക്കെ കാണാതാ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ എന്തെങ്കിലും കാണാതെ പറഞ്ഞിട്ട് ഉറക്കം വരാത്തോണ്ട് ഇരുന്ന് കണ്ട പടമാണ്. പടം കണ്ടുപോയപ്പോഴേക്കും കിടില കോമഡി പടടാ. ഈ കാറ് പോകുമ്പോ വേറെ സാധനം ഉണ്ടായിരുന്നു, സീറ്റിന്റെ ഉള്ളിൽ ഇറച്ചിന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് സീറ്റ് പോലെ കാണാൻ പറ്റും. മനുഷ്യനുമായിട്ടുള്ള റെഫറൻസ് ആണ്. അതെ അതെ, അതായത് റെഫറൻസ്